ഹായ് ഫ്രണ്ട്സ്, ബിഗ് ബോസ് മലയാളം സീസൺ 6 വീണ്ടും വീണ്ടും ശോകമായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഒരാളിലേക്ക് ചുരുങ്ങുകയാണ്. അതും വലിയൊരു ഗെയിമറൊന്നുമല്ല, ചുമ്മാ അലറി നിലവിളിച്ച് അത്യാവശ്യം കണ്ടന്റ് ഉണ്ടാക്കുന്നുണ്ട്. അതിനുവേണ്ടി ഏറ്റവും കൂടുതൽ എന്ത് തെണ്ടിത്തരം കാട്ടിയാലും എഫോർട്ട് ഇടുന്നത് രതീഷ് കുമാറിനെയാണ്. രതീഷ് കുമാർ പല വേലകളും കാണിക്കും, എഫോർട്ടൊക്കെ ഇടുന്നുണ്ട് നല്ലപോലെ. പക്ഷേ അത് ആളുകൾക്ക് വെറുപ്പിക്കൽ തന്നെ ആയിട്ടാണ് തോന്നുന്നത്. കൂടുതലും ആളുകൾക്ക് അതും ഇഷ്ടപ്പെടുന്ന ചില പൊട്ടന്മാരൊക്കെ ഉണ്ടാവും ഓഡിയൻസിൽ. ഇങ്ങനെ ഒരു രജിത് പ്ലസ് റോബിൻ എന്നൊക്കെ ഉള്ള ഒരു ലെവലിലാണ് ഇപ്പോൾ രതീഷ് കുമാർ വന്നിരിക്കുന്നത്. എങ്ങനെയെങ്കിലും എതിരാളികളെ ഉണ്ടാക്കണം, ചുമ്മാ എല്ലാവരും എന്നെ എതിർക്കണം, എന്നെ കോർണർ ചെയ്യണം. അപ്പം അതിൻ്റെ ഒരു ലൈം ലൈറ്റിൽ നമുക്കൊരു ഒരാഴ്ച തൽക്കാലം ഒന്ന് നിൽക്കാം. അത് കഴിഞ്ഞ് ലാലേട്ടൻ വന്ന് നല്ല രീതിയിൽ ആട്ട് കേൾക്കുന്ന സമയത്ത് നമുക്ക് ചെറുതായിട്ടൊന്ന് മാറ്റി പിടിക്കാന്നൊക്കെ ആയിരിക്കും. പിന്നെ ആയിരിക്കും മാറ്റി പിടിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇവർ. ഒന്ന് മാറ്റി പിടിച്ചാലോ എന്നൊക്കെയാണ് ടാഗ് ലൈനൊക്കെ കൊടുത്ത്. എന്നാലും ബിഗ് ബോസിൽ എന്താണെന്നറിയില്ല, എന്താണോ ചെയ്യേണ്ടാത്തത്, എന്താണോ ബേസിക്കായിട്ട് ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയിൽ ഉള്ളത്, അങ്ങനെയുള്ള സാധനങ്ങളാണ് ആളുകൾ എത്രയും പെട്ടെന്ന് കൊണ്ടുവരാൻ നോക്കുന്നത്. ബിഗ് ബോസ് പാതിയായിട്ടൊക്കെ വരാനുള്ള ലവ് ട്രാക്കും കുണ്ടാവണ്ടിയൊക്കെ ആദ്യമേ കൊണ്ടുവന്നു. ജാസ്മിൻ ജാഫറൊക്കെ നല്ലൊരു പ്ലെയറാണ്, പക്ഷേ കഴിഞ്ഞു. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കഴിഞ്ഞു. ഇതൊന്നും പുറത്തേക്ക് വന്നില്ല എന്നുണ്ടെങ്കിൽ, ഈ ഒരു ലവ് ട്രാക്ക് ഇങ്ങനെയുള്ള സംഭവത്തിൽ നിന്ന് പുറത്തേക്ക് വന്നില്ല എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഇവർ ലവ് ട്രാക്ക് അല്ല, ഒരാണും പെണ്ണും ഒരുമിച്ചിരുന്ന് സംസാരിച്ചാൽ ലവ് മാത്രമേ ആവുള്ളൂ എന്ന് പറഞ്ഞാൽ, അപ്പോൾ രതീഷ് പോയിട്ട് പറയാ എന്നാൽ പിന്നെ ആങ്ങളെയാണോ എന്നുള്ള രീതിയിൽ. ആങ്ങളെയാണെന്ന് പറയാ, അല്ല ഞങ്ങൾ ലവേഴ്സ് ആണെന്നൊക്കെ പറഞ്ഞ് പ്രൊവോക്ക് ആവുന്നുണ്ട്. എന്തിന് പ്രൊവോക്ക് ആവണം? ലവ് ട്രാക്കും അല്ല, എന്നാൽ ആങ്ങളെയല്ല, ഫ്രണ്ടാണ്. അത് കഴിഞ്ഞ് പറയണം പിന്നെ ഞങ്ങൾ ലവേഴ്സാണ്, തനിക്ക് എന്താ പ്രശ്നം എന്നൊക്കെ ഉള്ള രീതിയിൽ. അത് ശരിയാണ്, അയാൾക്കൊരു പ്രശ്നമില്ല. പക്ഷേ ഇതൊരു റിയാലിറ്റി ഷോ ആണ്. അതനുസരിച്ച് കളിച്ചാലേ ആളുകൾക്ക് ഇത്തിരി ബെറ്ററായിട്ട് തോന്നുള്ളൂ. ഓരോ ആളുകളെയും ബെറ്ററായിട്ട് തോന്നുമ്പോഴാണല്ലോ അവർക്ക് സപ്പോർട്ടേഴ്സ് കൂടുന്നത്. അത് സംഭവിക്കുന്നില്ല ഇവിടെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഓരോ സിമ്പിൾ കാര്യങ്ങളിലൂടെയാണ് പയറ്റിക്കൊണ്ടിരിക്കുന്നത്. കഴിവ് പ്രയോഗിക്കുന്നില്ല. ജാസ്മിൻ ജാഫറിനും സിജോയ്ക്കൊക്കെയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ അതിൽ സംസാരിച്ച് നിൽക്കാനുള്ള കഴിവ്. കുറേ പേർക്ക് ഇതിൽ ഇഷ്യൂ ഉണ്ട്. അവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അവർ മലയാളം അല്ല അവരുടെ ബേസ്. അവർ മലയാളികളാണെങ്കിലും പുറമേയൊക്കെ ജോലി ചെയ്തിട്ടും കുറേ വർഷമായിട്ട് പുറമേ ഉള്ളവരാണ്. അപ്പോൾ മലയാളം ലാംഗ്വേജ് അങ്ങനെ സംസാരിക്കാതെ വേറൊരു ടോണിലൂടെയാണ് അവർ സംസാരിക്കുന്നത്. ലാംഗ്വേജിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ജാൻമോനിക്ക് നോർത്ത് നിന്ന് വന്നതാണ്. അതുകൊണ്ട് തന്നെ മലയാളം കുറച്ചേ അറിയുള്ളൂ. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവരുടെ ഒരു സംഭവം ഉണ്ടായിരുന്നു, എനിക്ക് ലിസ്റ്റ് വായിച്ചു തന്നില്ല. ലക്ഷറി ബഡ്ജറ്റിൻ്റെ ലിസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് വായിച്ചു തന്നില്ല. മലയാളം വായിക്കാൻ അറിയാത്തതുകൊണ്ട് കേട്ടാൽ മനസ്സിലാവും എന്നെ എല്ലാവരും കൂടി കോർണർ ചെയ്തു എന്നൊക്കെ പറഞ്ഞു ഭയങ്കരമായിട്ട് കരയുന്നുണ്ടായിരുന്നു. ഈ ഒരു രതീഷിനെ എല്ലാവരും കൂടി അങ്ങോട്ട് പൊക്കി എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നതെന്ന് മനസ്സിലാവുന്നില്ല. എങ്ങനെയൊക്കെ പൊക്കാൻ എന്ത് തേങ്ങ അയാൾ ചെയ്യുന്നത്? അയാൾ കണ്ടന്റ് ഉണ്ടാക്കുന്നുണ്ട്, പക്ഷെ ആ ഉണ്ടാക്കുന്ന രീതി ഭയങ്കര സ്റ്റാൻഡേർഡ് കുറഞ്ഞ രീതി തന്നെയാണ്. പക്ഷേ അയാൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ളൊരിതുണ്ട്. ബാക്കിയുള്ളവരൊക്കെ ഇങ്ങനെ സൈലൻ്റ് ആയിട്ടിരിക്കുന്നു. പിന്നെ രതീഷ് പറഞ്ഞ ഒരു പോയിന്റ് ഉണ്ട്, ഈ ഒരു ക്യാപ്റ്റൻ എന്നുള്ള നിലയ്ക്ക് അർജുൻ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളത് സത്യം തന്നെയാണ്. ക്യാപ്റ്റൻ എന്ന് പറഞ്ഞാൽ ചുമ്മാ എവിടെയെങ്കിലും എന്തെങ്കിലും വർത്തമാനം ഉണ്ടായ എന്താ പ്രശ്നം ഇങ്ങനെ പോയി ചുമ്മാ ചോദിക്കലല്ല. ഒരു ബോൾഡായിട്ട് അതിനെ ഡീൽ ചെയ്യാനുള്ള ഒരു കഴിവ് വേണം. അല്ലാതെ ഈ ക്യാപ്റ്റൻ ലീഡർ എന്നൊക്കെ പണ്ട് പോയിട്ട് ഇതാക്കാൻ പറ്റില്ല. പിന്നെ ഈ പവർ ടീം, എന്ത് മാങ്ങാത്തൊലിക്കാണ് ഈ പവർ ടീം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ ഒരു മറ്റേ ഗബ്രിയുടെയൊക്കെയാണ് കോമഡി. ഗബ്രി എന്താ ഭക്ഷണം തരില്ല, ഉള്ളിൽ കിടക്കാൻ സമ്മതിക്കില്ല, നീ ഇന്ന് വെളിയിൽ കിടക്കും, ഇനി സംസാരിക്കില്ല. ഇവൻ ആരടാ മനസ്സിലാവുന്നില്ല. ഗബ്രി ആരാണെന്ന് ഗബ്രിയുടെ വിചാരം. ഗബ്രി പണിഷ്മെന്റ് കൊടുക്കുകയാണ്. പവർ ടീമിലെ മെമ്പർ എന്നുള്ള നിലയ്ക്ക് ഗബ്രി പണിഷ്മെന്റ് കൊടുക്കുകയാണ്. ഗബ്രിയൊക്കെ ഈ പവർ ടീമിൽ നിന്ന് വെളിയിൽ ഇറങ്ങുമ്പോൾ കാണാം തുണിയും പൊക്കി ഓടേണ്ടി വരും. ഇവരുടെ എന്നൊക്കെ തന്നെ കിട്ടും നല്ല രീതിക്ക് തിരിച്ച്. അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ അതേ ഒരു പോയിന്റ് എനിക്ക് പറയാനുള്ളത്. 10ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലൊക്കെ ഹൈസ്കൂളിലൊക്കെ നമ്മൾ ക്ലാസ് ലീഡറായ ഈ ടീച്ചർ ക്ലാസ്സിൽ വന്നില്ലെങ്കിൽ പേര് എഴുതാനിരിക്കും. സംസാരിച്ചവർ അയ്യോ സംസാരിച്ചു ഇതാ പേര്. ആദ്യം ബുക്കിൽ എഴുതിയിട്ട് പിന്നെ അത് ബോർഡിലൊക്കെ എഴുതി വയ്ക്കും വലുതായിട്ട് ഓരോ ആൾക്കാരെയും സംസാരിച്ച ആളുകൾ. ഇങ്ങനെയുള്ള പരിപാടിയാണ്. അതുപോലെ ക്ലാസ്സിൻ്റെ വെളിയിൽ നിർത്തിക്കുക. ടീച്ചർ വന്നു കഴിഞ്ഞാൽ ക്ലാസ്സിൻ്റെ വെളിയിൽ നിർത്തിക്കുന്നതാണ് ഭീഷണിപ്പെടുത്തുക. ക്ലാസ് ലീഡർ എന്നുള്ള പവർ ആ കുട്ടികൾ കാണിക്കുന്ന പോലെയാണ് ഇവർ ഈ ബിഗ് ബോസിൽ വന്നിട്ട് ഈ നാറിയ പരിപാടി കാണിക്കുന്നത്. അതെന്താണ്, എങ്ങനെ അതിനെ യൂട്ടിലൈസ് ചെയ്യണം എന്നുള്ളത് യുക്തിപരമായി ചിന്തിക്കാനുള്ള കഴിവ് ആർക്കുമില്ല. പവർ ടീമിലെ ജാൻമോനി ഒരു തവണ ഇങ്ങനെ എന്തോ പറഞ്ഞു, ഡ്യൂട്ടി കൊടുക്കുന്ന കാര്യത്തിൽ അതുപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളിലാണ് ചെയ്യേണ്ടതെന്നുള്ള രീതിയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു.
കമ്മ്യൂണിക്കേഷനിൽ പ്രോബ്ലം ഉള്ളത് കൊണ്ടാവാം, അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങൾ പോയിന്റാണ്. നമ്മൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ അവിടെയുള്ളവർക്ക് മനസ്സിലാവണമല്ലോ. അവരുടെ ലാംഗ്വേജിൽ പ്രശ്നം ഉണ്ടെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റബിൾ ആണ്, മനസ്സിലാവുന്നൊക്കെ ഉണ്ട്. അവർ പറയുന്നത് എന്താണ്, എന്തുദ്ദേശിച്ചിട്ടാണ്, എന്ത് പോയിന്റാണ് അവർ പറയുന്നത് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ അത് കൺസിഡർ ചെയ്യാറില്ല ആളുകൾ. എന്നിട്ടാണ് രതീഷ് ജാൻമോനിയെ ഭയങ്കരമായിട്ട് അപമാനിച്ചു എന്നൊക്കെയുള്ള രീതിയിൽ പറയുന്നത്. അത് ശരി തന്നെയാണ്. ആദ്യത്തെ തവണ ഇങ്ങനെ ഗുഡ് മോർണിംഗ് പറഞ്ഞുകൊണ്ട് ഹഗ് ചെയ്ത സമയത്ത് അങ്ങനെ അത് കംഫർട്ടബിൾ അല്ല എന്നുള്ള രീതിയിൽ സംസാരിച്ചു. അത് കഴിഞ്ഞ് അടുത്ത ദിവസം സുരേഷിനെ രതീഷ് കെട്ടിപ്പിടിച്ച് അങ്ങോട്ട് 5 മുത്തൊക്കെ കൊടുത്തു. അപ്പോഴേക്കും അങ്ങനെ സുരേഷ് അങ്ങോട്ട് പറയുകയാണ്, പോയിട്ട് സെക്സ്വൽ ഹറാസ്മെൻ്റ് ആണ് ചെയ്തത് എന്നൊക്കെയുള്ള രീതിയിലാണ് പറയുന്നത്. മനസ്സിലാവുന്നില്ല എന്താ ഇവർ ഉദ്ദേശിക്കുന്നത്. സെക്സ്വൽ ഹറാസ്മെന്റ് എന്നൊക്കെ പറയുന്ന ഒരു ടേം യൂസ് ചെയ്യാൻ ഇവർക്ക് എന്ത് ധൈര്യമാണ്, എങ്ങനെയാണ് ഇവർക്ക് ധൈര്യം വന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ ഒരു സെക്സ്വൽ ഹറാസ്മെന്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ, മുഖം വന്നിട്ട് ഷോൾഡറിൽ റബ്ബ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ടേം യൂസ് ചെയ്യാൻ, അത് വെച്ചിട്ട് സെക്സ്വൽ ഹറാസ്മെന്റ് ആണ് എന്നൊക്കെ പറയാൻ അത്രത്തോളം വിവരമുള്ളൂ. ഇത്രയും ഏജ് ആയിട്ടുള്ള ആളുകൾക്ക് അത്രത്തോളം വിവരമുള്ളൂ. ഇതെല്ലാം സെക്സ്വൽ ഹറാസ്മെന്റ് ആണെങ്കിൽ ഒരു ഷോയിലും, ഇങ്ങനെയുള്ള ഒരു റിയാലിറ്റി ഷോയിലും പോകാൻ പറ്റില്ല. ഹഗ് ചെയ്ത് കഴിഞ്ഞാലോ അല്ലെങ്കിൽ അടുത്ത് നിന്നാലോ ചേർന്ന് നിന്നാലോ സെക്സ്വൽ ഹറാസ്മെന്റ് എന്ന് പറയുന്നത് കംഫർട്ടബിൾ അല്ല എന്നുണ്ടെങ്കിൽ, ഹഗ് ചെയ്യുന്നതുകൊണ്ട് കിസ് ചെയ്യുന്നതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സാധനമല്ല. ചിലവർക്ക് ഇഷ്ടമായിരിക്കും, ചിലവർക്ക് ഇഷ്ടമല്ല. ചിലവർക്ക് അത് വൾഗർ ആയിരിക്കും, ചിലവർക്ക് അത് ഫ്രണ്ട്ലി ആയിരിക്കും, ചിലവർക്ക് ഇഷ്ടപ്പെടില്ല ദേഹത്ത് തൊടുന്നത്. അതൊക്കെ വളരെ ന്യായമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഈ ഒരു ഹരാസ്മെന്റ് എന്നൊക്കെ പറയുന്നത് എന്താണ്, അറിവില്ലായ്മയാണോ അതോ എന്താ സംഭവം എന്നറിയില്ല. എന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നതെന്ന് അറിയില്ല. അത് മാത്രമല്ല, ഒരു കോമഡി ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ, അർജുനെ ഒന്ന് ഞോണ്ടിയായിരുന്നു. അർജുൻ ഈ ക്യാപ്റ്റനായിട്ടൊന്നും ചെയ്തില്ല എന്ന് പറഞ്ഞ സമയത്ത് രതീഷ് പറഞ്ഞപ്പോൾ അർജുൻ അങ്ങോട്ട് കത്തി കയറിയില്ലേ. ഇതുവരെ വാതുറക്കാത്ത അർജുനാണ്. ചുമ്മാ പോയി എന്തെങ്കിലും ഇങ്ങനെ സ്മൂത്തായി ആരും കേൾക്കാതെ സംസാരിക്കുന്ന അർജുൻ പെട്ടെന്ന് അങ്ങോട്ട് കത്തി കയറിയിട്ട് പറയുകയാണ് ജാൻമോനി സെക്സ്വൽ ഹറാസ്മെന്റ് ചെയ്തു എന്നുള്ള രീതിയിൽ രതീഷ് സംസാരിച്ചു എന്ന് പറഞ്ഞു. ഫാമിലിക്ക് പ്രോബ്ലം വരും എന്നുള്ള രീതിയിൽ പറഞ്ഞു. അത് ചില ആക്ഷൻ ഇഷ്ടമല്ല എന്നുള്ള കമ്മ്യൂണിക്കേഷനിൽ പ്രോബ്ലം ഉണ്ടായിരുന്നു രതീഷിൻ്റെ. അത് തെണ്ടിത്തരം തന്നെയാണ് രതീഷ് പറഞ്ഞത്. പക്ഷേ ഈ ഒരു കാര്യം, ഈ ഒരു സെക്സ്വൽ ഹറാസ്മെന്റ് എന്ന് പറയുന്ന ഒരു ടേം യൂസ് ചെയ്തിട്ടില്ല. ആ സിജോ ഒക്കെ ഏരി അങ്ങോട്ട് കത്തിക്കുന്നുണ്ടായിരുന്നു സാധനം. ബിഗ് ബോസ് തന്നെ പറയുന്നുണ്ടായിരുന്നു, കൺഫെഷൻ റൂമിൽ വിളിച്ചതിന് ശേഷം ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, വീണ്ടും തീ ആളിക്കത്താനാണോ സിജോ ഇപ്പോൾ വീണ്ടും നിലവിളിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പോൾ ബിഗ് ബോസ് പറഞ്ഞു, ഞങ്ങൾ ആലോചിക്കട്ടെ, ഇത്രത്തോളം പ്രശ്നം വഷളായ സ്ഥിതിക്ക് ആലോചിക്കേണ്ടതും തീരുമാനം എടുക്കേണ്ടതും ഞങ്ങളാണ്, നിങ്ങളിപ്പോൾ മിണ്ടാതിരി, പൊത്തിയിട്ടിരിക്കണടാ എന്നുള്ളൊരു രീതിയിലാണ് ബിഗ് ബോസ് പറഞ്ഞത്. ഇതൊക്കെയാണ് കാര്യം. ഇപ്പം രതീഷ് ആദ്യം ചെയ്തത്, ജാൻമോനിയോട് ചെയ്തത് ശരിയാണെന്ന് ഞാൻ പറയുന്നില്ല. അതുപോലെ തന്നെ സുരേഷ് ഏട്ടനെ പോയി കെട്ടിപ്പിടിച്ച് മുത്തം വെച്ചത് ശരിയാണെന്ന് പറയുന്നില്ല. എന്നാൽ സുരേഷ് എന്ന് പറയുന്ന വ്യക്തി സെക്സ്വൽ ഹാരസ്മെന്റ് എന്ന് പറയുന്ന ഒരു ടേം യൂസ് ചെയ്തത് തെണ്ടിത്തരമാണ്. തെണ്ടിത്തരമാണ്, അല്ലെങ്കിൽ അറിവില്ലായ്മയാണ്. മനഃപൂർവ്വം ഇന്റൻഷണലി ചെയ്തതാണെങ്കിൽ അത് തെണ്ടിത്തരമാണ്. ഈ ഒരു ഗേ എന്നുള്ള രീതിയിൽ സംസാരിച്ചു. സുരേഷ് ഏട്ടൻ ഗേ ആണോ, പെണ്ണുങ്ങളുടെ മനസ്സാണ് പുള്ളിക്ക് എന്നുള്ള രീതിയിൽ സംസാരിച്ചതിനെ ഗേ ആണെന്നുള്ള രീതിയിൽ അങ്ങോട്ട് മാറ്റി. ഇതെല്ലാം രതീഷ് എന്ന് പറയുന്ന വ്യക്തി ഇന്റൻഷണലി ഇവർ ഓരോരുത്തരെയും കൊണ്ട് ഓരോന്ന് പറയിപ്പിക്കുന്നതിന് വേണ്ടി ചെയ്യുന്നതാണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധിയില്ല. അയാളെ പറ്റി എത്രത്തോളം ഡിസ്കസ് ചെയ്യുന്നു, അയാൾക്ക് അത്രത്തോളം സ്ക്രീൻ സ്പേസ് കിട്ടും. അത് അയാൾ നല്ല രീതിക്ക് തന്നെ വർക്കൗട്ട് ചെയ്തെടുക്കുന്നുണ്ട്. തെണ്ടിത്തരം കാട്ടിയിട്ടായാലും അയാൾ ചെയ്യും, നിലത്ത് കിടന്നിട്ട് കഴിഞ്ഞിട്ടായാലും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ റിപ്പീറ്റ് ചെയ്യുകയാണ്, അയാൾ ഇത് തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകാനാണ് സാധ്യത. ഇതിനിപ്പോൾ ബിഗ് ബോസ് തന്നെ നല്ല രീതിക്ക് ഒരു വാണിംഗ് കൊടുത്താലൊക്കെ പുള്ളി ഇതൊന്നും മാറ്റിപ്പിടിക്കുള്ളൂ. ഒന്ന് മാറ്റിപ്പിടിച്ചാലോ ഒന്ന് ലാലേട്ടൻ പറഞ്ഞുകൊണ്ട് കാര്യമില്ല. അതിനനുസരിച്ചിട്ടുള്ള ടാസ്കുകളും കാര്യങ്ങളും വരാതെ ഒന്നും നടക്കാൻ പോകുന്നില്ല. ഈ ഒരു സാധനം ഓണവില്ലടിച്ച് പോവുള്ളൂ. പിന്നെ ഇടയിലൊരു ആർപ്പ് നിലവിളിയും കാര്യങ്ങളും. ഇപ്പോൾ ജിൻറ്റോയും അതുപോലെ തന്നെ ഈ ഒരു രതീഷിനെയും കൂടി ജയിലിലോട്ട് പിടിച്ചിട്ടു എല്ലാവരും കൂടി. അവിടെ എന്തൊക്കെയോ അവർ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് എന്തൊക്കെയോ ജിൻറ്റോയിൻ്റെയൊക്കെ കാര്യം പറയുകയാണെങ്കിൽ ഭയങ്കര പരിതാപകരമാണ്. പുള്ളിക്കും സംസാരിക്കാൻ അറിയില്ല. രതീഷാണെങ്കിൽ അനാവശ്യ കാര്യങ്ങൾക്ക് സംസാരിക്കുന്ന ഒരാളാണ്. അതും ബുദ്ധി പ്രയോഗിച്ചുകൊണ്ട് തന്നെയാണ്, പക്ഷെ കുരുട്ട് ബുദ്ധിയാണെന്ന് മാത്രം. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. വേറെ ആർക്കും ഒന്നും ചെയ്യാനില്ല. ചുമ്മാ ഇടയിൽ കയറി നിലവിളിക്കാൻ മാത്രമേ ഉള്ളൂ. ഇവർ മുടിയനായാലും എല്ലാവന്മാരും ഇങ്ങനെ തന്നെയാണ്. ഈ ഗബ്രിയുടെ കാര്യമൊക്കെ ഭയങ്കര ശോഭമാണ്. ആദ്യമൊക്കെ വന്നപ്പോൾ ഞാൻ നല്ല രീതിക്ക് പ്രതീക്ഷിച്ചു നല്ലൊരു ഗെയിമറായിരിക്കുന്നൊക്കെ. പക്ഷേ 2 ദിവസം കഴിഞ്ഞ് തന്നെ പോയി. ജാസുവിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വേറെ എവിടെയോ പെട്ടു പുള്ളിക്കാരി. നല്ല കഴിവുള്ള ആളൊക്കെയാണ്, പക്ഷേ
വേറെ എവിടെ പെട്ടു. സിജോ നല്ല അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റൻ്റ് ആണ്. പക്ഷേ സിജോവും ഓരോ കാര്യങ്ങളും സൂക്ഷിച്ച് തന്നെ കൈകാര്യം ചെയ്യേണ്ടി വരും. ഇതിപ്പോൾ അർജുൻ എന്തോ സെക്സ്വൽ ഹറാസ്മെൻ്റ് എന്നുള്ള രീതിയിൽ രതീഷ് കുമാർ പറഞ്ഞു, ജാൻമോനെ പറഞ്ഞു എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അതിനെ താങ്ങിക്കൊണ്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു സിജോ. ഇതൊക്കെ ഒരാൾ പറയാത്തൊരു കാര്യം, ഒരാൾ പറഞ്ഞൊരു രീതിയെ മാറ്റി ഒടിച്ചുകൊണ്ട് വേറെ വളച്ചൊടിച്ചുകൊണ്ട് വേറൊരു സാധനം പറയുമ്പോൾ അവർ ആക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. അതുപോലെ തന്നെ അവർക്കൊരു ഹോൾഡ് കിട്ടുകയാണ് അവിടെ. ഇവരെ കൊണ്ട് ഇങ്ങനെയൊക്കെ തെറ്റിപ്പറയിപ്പിക്കുന്നതിന് വേണ്ടി, ഇവരെ തെറ്റിദ്ധരിപ്പിച്ച് ഞാൻ അങ്ങനെ പറഞ്ഞു എന്നുള്ള സാധനം അങ്ങോട്ട് ഇത് ഇൻഡയറക്റ്റ് ആയിട്ട് അങ്ങനെ ഒരു സാധനം ഇട്ട് കൊടുക്കുന്നത് രതീഷ് തന്നെയാണ്. രതീഷ് പറയാത്തൊരു സാധനം ഇവരെ കൊണ്ട് പറയിപ്പിക്കുകയാണ്. ആക്ച്വലി എന്താ വെച്ചാൽ ഇൻഡയറക്റ്റ് ആയിട്ട് ഓരോ കാര്യങ്ങൾ കൊടുത്ത് ഇവരുടെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത ഉണ്ടാകും. രതീഷിൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു കാര്യമാണ്, രതീഷ് പറഞ്ഞത് ഇന്ന കാര്യമാണെന്നുള്ള രീതിയിൽ ഇവരെ മാനിപ്പുലേറ്റ് ചെയ്ത് കളിക്കുക തന്നെയാണ് രതീഷ്. ശരിക്കും പറഞ്ഞാൽ അയാളുടെ വിജയം തന്നെയാണ്. അയാൾ എന്ത് നാറിയ കളി കളിച്ചാലും അയാളുടെ വിജയമാണ് ഇപ്പോൾ ഈ കാണുന്നത്. എല്ലാവരും കൂടി ഈ ജയിലിനെ നോമിനേറ്റ് ചെയ്യുന്നു, അവിടെയും സ്ക്രീൻ സ്പേസ്. ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ ഉറപ്പ് പറയാം, ഇന്നത്തെ എപ്പിസോഡിൽ പുള്ളിക്കാരൻ തന്നെയായിരിക്കും മെയിനായിട്ട് നിൽക്കുക. വേറെ ആർക്കും കാര്യമായി കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ സിജോ ഇടയിൽ കയറി കത്തിച്ചിട്ട് പോവും. സിജോന് എങ്ങനെയെങ്കിലുമൊക്കെ കത്തിക്കയറാനൊക്കെ അറിയാം. പക്ഷെ എന്നാലും കൂടുതൽ സ്ക്രീൻ സ്പേസ് ആരാ കൊണ്ടുവന്നേ? രതീഷ് തന്നെയാണ്. ഒരു ചൊല്ലുണ്ട്, ഈ ഒരു മൂക്കിലെ രാജ്യത്ത് മുറിമൂക്കൻ രാജാവ് എന്ന് പറയുന്ന പോലെ തന്നെ കഴുതകളുടെ രാജ്യത്ത് മരക്കഴുത നാട് വാഴും എന്നുള്ള രീതിയിൽ ഒരു ചൊല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത്. ബിഗ് ബോസ് മലയാളം സീസൺ 6 എന്തായാലും ഇങ്ങനെ തന്നെ പോവുകയാണെങ്കിൽ നല്ല ഓണവില്ലടിച്ച് ഇത് കാണുന്ന ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് ബോറടിച്ച് അവർ ഇറങ്ങിപ്പോവും. അല്ലാന്നുണ്ടെങ്കിൽ നന്നായിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഇനിയും ഓഡിയൻസ് വരും. ഇല്ലെങ്കിൽ വിമർശനം ഏറ്റുവാങ്ങുന്നതിന് മാത്രമാവും ഈ പരിപാടി. പിന്നെ ടാസ്കും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഒരു പരിധിയുണ്ട്. സ്റ്റാർട്ടിങ്ങിലേ പിടിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇവർക്ക് കാര്യം അങ്ങോട്ട് പിടികിട്ടില്ല. ഒരു ടാസ്കൊക്കെ അതിനനുസരിച്ചുള്ള രീതിയിലുള്ള ടാസ്കൊക്കെ വന്നാൽ ഇവർക്ക് നല്ല രീതിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. ഇതൊക്കെയാണ് പവർ ടീമിന് എന്തോ വീണ്ടും പവർ കിട്ടിയെന്നോ അങ്ങനെ എന്തൊക്കെയോ ആണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് ഇന്നലത്തെ എപ്പിസോഡിൽ. ഞാൻ അതൊന്നുമല്ല, ഈ ഒരു സംഭവങ്ങളെ പറ്റി പറയാനുള്ളൊരു സാധനമാണ്. രതീഷ് കാണിച്ചതൊക്കെ തെറ്റ് തന്നെയാണ്. പക്ഷെ രതീഷിനോട് ഇപ്പോൾ ഇവരെല്ലാവരും കൂടി കാണിക്കുന്നതും രതീഷ് എന്നെ ചെയ്യിപ്പിച്ചാൽ പോലും അത് തെറ്റാണ്. സെക്സ്വൽ ഹരാസ്മെൻറ്റ് അല്ലെങ്കിൽ ഗേ എന്ന് പറയുന്ന ഒരു സാധനമൊന്നും രതീഷ് പറഞ്ഞിട്ടില്ല. പെണ്ണുങ്ങളുടെ മനസ്സാണെന്ന് പറഞ്ഞു, പുള്ളിക്ക് വിഷമം ഉണ്ടാവും, ഓക്കെ. പക്ഷേ ഗേ എന്നുള്ളൊരു വേർഡ് യൂസ് ചെയ്തത് ഈ ഒരു അൻസിബ ഹസനാണ്. അതുപോലെ തന്നെ അതിനെ ഒത്തുപിടിച്ച് കുറേ പേരും. അതുപോലെ തന്നെ സെക്സ്വൽ ഹറാസ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു സാധനം ആ ഒരു ടേം യൂസ് ചെയ്തിട്ടില്ല രതീഷ്, ഓക്കെ. രതീഷ് അത് പിടിച്ച് കയറും. ഇനി അവന് പിടിച്ച് കയറാൻ ഒരു സാധനം കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. അതങ്ങോട്ട് കൊടുത്ത് എല്ലാവരും കൂടി നാണമില്ലേ? ഇത്രയും പേരുണ്ട്, 18 പേരുണ്ട്. ഇവരെല്ലാവരും ഒരാൾക്കെതിരേക്ക് പോയി കഴിഞ്ഞാൽ അവർക്ക് പവർ കൂടും, അവർക്ക് സപ്പോർട്ട് കൂടും എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി ഇത്രയും ഈ ഒരു 6ാമത്തെ സീസണാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ 5 സീസൺ കണ്ടിട്ട് ഇത്രയും വെളിവില്ലാതെയാണോ അതിൻ്റെ ഉള്ളിലോട്ട് പോയിരിക്കുന്നത്, എഴുന്നള്ളിയിരിക്കുന്നത്? ഇത്രയൊക്കെ പറയാനുള്ളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് ഒന്ന് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക, ഓക്കെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെന്ന് വെച്ചാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.